നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം, ശ്രീമദ് മഹാഭാഗവതം, 833rd day. Today, second sloka of Pradhamaskandam, 9th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവതം. ഇന്ന് 833 ദിവസം, പ്രഥമസ്കന്ധത്തിലെ 9ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 9ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. തഥാ ഭ്രാതര സർവേ സദശ്വൈ സ്വർണഭൂഷിതേ, അന്വഗച്ഛൻ രഥൈർവിപ്രാ വ്യാസദൗമ്യാദയസ്തഥാ. തഥാ. ഓം ശ്രീകൃഷ്ണായ നമഃ. തഥാ ദേ ഭ്രാതര സർവേ സദശ്വൈ സ്വർണഭൂഷിതേ, അന്വഗച്ഛൻ രഥൈർവിപ്രാ വ്യാസസൗമ്യാദയസ്തഥാ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തഥാ തേ ഭ്രാതര, തേ ഭ്രാതര, സർവേ സദശ്വൈ സ്വർണഭൂഷിതേ, അന്വഗച്ഛൻ രഥൈർ വിപ്രാ വ്യാസദൗമ്യാദയ തഥാ. അതായത് തഥാ അപ്പോൾ, സർവേ സർവന്മാരായ, തേ ഭ്രാതര ആ സഹോദരന്മാരും, സ്വർണഭൂഷിതേ സ്വർണങ്ങൾ കൊണ്ട് അലങ്കരിച്ചവയും, സദശ്വൈ സത്തുക്കളായ അതായത് നല്ല കുതിരകളോട് കൂടിയവയുമായ, രഥേ തേരുകളോടുകൂടെ, അന്വഗച്ഛൻ അനുഗമിച്ചു, വിപ്രാ ഹേ ബ്രാഹ്മണന്മാരെ, ശൗനകാദി മുനികളെയാണ് സൂതൻ വിപ്രാ എന്ന് വിളിക്കുന്നത്. വ്യാസദൗമ്യാദയ വ്യാസൻ, ദൗമ്യൻ മുതലായവരും, തഥാ അപ്രകാരം അനുഗമിച്ചു. അതായത് യുധിഷ്ഠിരൻ തനിക്ക് മനസ്സമാധാനമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭിപ്രായപ്രകാരം കുരുക്ഷേത്രത്തിൽ ഭീഷ്മപിതാമഹനെ കാണാൻ പുറപ്പെട്ടപ്പോൾ, യുധിഷ്ഠിരൻ്റെ സഹോദരന്മാരെല്ലാവരും സ്വർണങ്ങൾ കൊണ്ടും നല്ല കുതിരകളെ സ്വർണങ്ങൾ കൊണ്ട് അലങ്കരിച്ചും നല്ല കുതിരകളെ പൂട്ടിയതുമായിട്ടുള്ള തേരുകളോടുകൂടെ പുറപ്പെട്ടു. അലയോ ശൗനകാദികളെ, വിപ്രന്മാരെ, വ്യാസൻ, ദൗമ്യൻ എന്നീ മഹർഷിമാരും പുറപ്പെട്ടു. ഇവരെല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനോടുകൂടി കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ആ കുരുക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആ ധർമ്മപുത്രരുടെ മനസ്സിൽ ഇപ്രകാരം ഒരു വിഷമമുണ്ടാക്കിയതും, ആരൊക്കെ ഉപദേശം ചെയ്തിട്ടും ആ ധർമ്മപുത്രർക്ക് മനസ്സമാധാനമില്ലാതെ ധർമ്മോപദേശത്തിന് വേണ്ടിയിട്ട് കുരുക്ഷേത്രത്തിലേക്ക് ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് യാത്രയായതും ഒക്കെ ആ ഭഗവാന്റെ ഇച്ഛയായിരിക്കാം. അപ്രകാരം ആ മഹത്തായിട്ടുള്ള ഭഗവാൻ ഭീഷ്മപിതാമഹൻ്റെ ഉപദേശത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഗമിച്ചു. ആദ്യം ധർമ്മപുത്രർ ഗമിക്കാൻ പുറപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സഹോദരന്മാരും മുനിമാരും എല്ലാവരും അനുഗമിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തഥാ ദേ ഭ്രാതര സർവേ സദശ്വൈ സ്വർണഭൂഷിതേ, അന്വഗച്ഛൻ രഥൈർവിപ്രാ വ്യാസദൗമ്യാദയസ്തഥാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.